തിരിച്ചിറങ്ങുവാണ്. ഇനി ഇവിടെ എന്നാ കട്ടയായിപ്പോ. അയ്യോ നമസ്തേ ഗൈസ്. കാശ്മീർ എത്തിയിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഷെയർ ടാക്സി കിട്ടും, അതിന് കയറിയിട്ട് ഗുൽമോർഗ് പോവാണ്. അവിടെ സ്നോ ഉണ്ട്, ഇന്ന് സ്നോ കിട്ടും. ഇവിടുന്ന് ഷെയർ ടാക്സി ഉണ്ട്, അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് മലയാളീസ് ആൾക്കാരും കൂടെ ഒക്കെ ഉണ്ട്. ഈ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് അതുള്ള വേറെ ആരും ഹരീസ് കഴിച്ചിട്ടില്ല. അപ്പോൾ ആ ദിൽഷാദ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് ഹരീസ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്താണ്. ഞാൻ ഇന്നലെ കഴിച്ചുകൊണ്ട് നീ കഴിക്കുന്നില്ല, ഓവറായിട്ട് കഴിച്ചാൽ ശരിയാകത്തില്ല. ഇന്നലെ തന്നെ കഴിച്ചിട്ട് ഒരു വലിയതൊന്നുമില്ല, പറയാനത്ര ഹൈപ്പൊന്നുമില്ല. ഞാൻ ഇന്നലെ കുറച്ചേ കഴിച്ചുള്ളൂ. ഓവറായിട്ട് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ തലയ്ക്കെന്തോ വരെ ഭയങ്കര ശോകമായി പോകും. അതിൽ നല്ലത് കുറച്ച് ആ ഒരു ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക് കഴിക്കുന്ന നല്ലത്. കാശ്മീർ വരുന്നൊരു ഹരീസ് എവിടെ കിട്ടുന്നതെന്ന് തപ്പി നടക്കണേ. ഒരു ഷോപ്പ് കാണിച്ചു തരാം, ദിൽഷാദ് റെസ്റ്റോറൻറ്റ്. ജസ്റ്റ് പോയി നോക്കാം. ഈ ദിൽഷാദ് റെസ്റ്റോറൻറ്റിൽ കിട്ടിയതിൽ ഹരീസ് കിട്ടുമെന്ന് പറഞ്ഞേ. दिलशाद के यस ये है दिलशाद. हाँ ये है हरीशेष जाफरानी. हरीशा शॉप, हरीशेष जाफरानी तो वो ईरानी. याद रखो ज़ुबानी, ये दुकान है पुरानी. हाँ इसको खाते हैं खानदानी. ये है हरीशेष जाफरानी. लेट्स गो एवरीबॉडी. ഇവിടെ ഏറ്റവും നല്ല ഹരീസ കിട്ടുന്ന ഷോപ്പായതെന്നാണ് പറയുന്നത്. അച്ഛാ ഹരീസ ഷോപ്പ്. ഓക്കെ, ഈ ഹരീസ ഷോപ്പ് കൊള്ളാം കേട്ടോ. 1957 തൊട്ട് ഇവർ ഈ ഷോപ്പുണ്ട്. ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ദിൽഷാദ് റെസ്റ്റോറൻറ്റ് അടിച്ചാൽ മതി, ഹരീസ ഹബ് എന്നോ അങ്ങനെ എന്തോ അടിച്ചാൽ മതി. ഇവിടെ ഗാവയുണ്ട്, കശ്മീരി ഗാവ ഉണ്ട്. ഒരു ഗാവ കുടിക്കാം. ഓക്കെ, ये एक पकड़ी ना उसका असली മറ്റേ है कश्मीरी कहवा. ओके ठीक है, ज़ाफ़रानी कहवा. ഇവിടെ നമ്മുടെ വണ്ടിക്കകത്ത് മൊത്തം മലയാളീസാ. എല്ലാവരും കാവ പറഞ്ഞിട്ടുണ്ട്. हो रहा है ओके, ऊपर में स्नोफॉल हो रहा है. आगे ब्लॉग बनाएगा हम. ചെയിൻ ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. മറ്റേ ട്രാവലറാ കയറിയ പുള്ളി ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടു. 8 മലയാളീസ് ഉണ്ട് ഇപ്പം. അപ്പം ഇവിടുന്ന് ഇനി വേറെ ചെയിൻ ഇട്ട വണ്ടിയിലേ മേലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഫുള്ള് സ്നോ ആയതുകൊണ്ട് തെന്നിപ്പോവും, ബ്ലാക്ക് ഐസ് ആയിരിക്കും, തെന്നിപ്പോവും. അതുകൊണ്ട് ടയറിൽ ചെയിൻ ഇട്ടിട്ടേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ പുള്ളിക്കാരൻ, ഈ ട്രാവലറിലെ പുള്ളി നമ്മളിവിടെ കൊണ്ട് ഇറക്കി വിട്ട്. കുറേ മലയാളീസും ഉണ്ട്. ജാതി മലയാളികളോടാണ് കളി. എത്ര നേരം, ഒരു 1.5-2 മണിക്കൂറോളം നിന്നിട്ട് ഈ വണ്ടി കിട്ടിയത്. അമ്മാതിരി ബ്ലോക്കാണ് അപ്പുറത്തെ സൈഡെല്ലാം. ഗുൽമർഗ് പോകുന്ന സൈഡ് ഫുള്ള് ബ്ലോക്ക്. ഫുള്ള് ബ്ലോക്കാണ്.
ചാടി കയറിയതാ. മച്ചാൻ വണ്ടി നിർത്തുന്നില്ല. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് സൈറ്റ് ജമ്മു പോലീസാണത്. ആർമിക്കാരുണ്ട്. എന്നിട്ട് കൈയൊക്കെ വിറയ്ക്കുന്നു ഭയങ്കരമായിട്ട്. കാലാവസ്ഥ കണ്ടിട്ട് സ്നോഫാൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല ഫോഗി ആയിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് സ്നോഫാൾ ഇല്ല. കാണും ഫുൾ ആൾക്കാരാണ്. സ്വർഗം സ്വർഗം. വിദേശ പരിപാടിയാണ്. കിട്ടി മുത്തേ. ഈ കൈ ഗ്ലൗസ് ഇട്ടിട്ടില്ല. ഈ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ടച്ച് വർക്കാവത്തില്ല. കൈയൊക്കെ വിറയ്ക്കുക. വന്നിറങ്ങി കുറേ മലയാളീസൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. എല്ലാവരും എങ്ങോട്ട് പോയെന്നൊന്നും അറിയത്തില്ല. ഈ ഒരു മഞ്ഞത്ത് കുടിക്കുന്ന ഈ ചായക്ക് എന്നാ ടേസ്റ്റാണെന്നറിയോ? നല്ല തണുപ്പുണ്ട്. ഐസ് കാണണം എന്നുള്ള രീതി തീർന്ന്. ഇനി തിരിച്ചു പോയി എവിടെയെങ്കിലും വണ്ടിക്കകത്ത് കയറണം. വണ്ടിക്കകത്ത് ഹീറ്ററുണ്ട്. താഴെ ഫുള്ളും ചീത്ത ഐസാ കേട്ടോ. എല്ലാവരും ചവിട്ടി ചവിട്ടി നടന്ന് ഫുള്ളും ചെളിയായും മടുപ്പ് ഐസാ. മേളിൽ കാണും. മേളിലോട്ട് പോവാം. ഫ്രഷ് ഐസ് കിട്ടി ഇവിടുന്ന്. അത് കാണാം. ഇവിടുന്ന് കയറിയിട്ട് ശ്വാസം കിട്ടുന്ന ഓടി കയറിയാ താഴേന്ന്. ഫോണൊന്ന് ചെറുതായിട്ട് താഴെ വെച്ചതാ. പിന്നെ മൊത്തം ഫോൺ കട്ടായി. ഫോൺ അനങ്ങുന്നില്ല. ഫോണിനകത്ത് വെള്ളം കയറിയെന്ന് തോന്നുന്നു. ഐസ് മെൽറ്റായിട്ട്. ഈ കണ്ണാടി ഇത് മാസിന് വെക്കുന്നതല്ല കേട്ടോ. ടാനൊക്കെ അടിക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ടാരും വന്നിട്ടില്ല. അങ്ങ് താഴെ നിന്ന് ഞാൻ നടന്നെങ്കിൽ കയറി. നല്ല ഫ്രഷ് ഐസ് കിട്ടും ഇവിടെ. ഈ കാലൊക്കെ കുഴിഞ്ഞു പോവാ. കിട്ടിയില്ല.
താഴെ നിന്ന് കണ്ട മലയാ. മേളിൽ എന്താ നോക്കാൻ വേണ്ടി കയറുന്നു. ആണെങ്കിൽ വേറെ ആരുമില്ല. എന്നെപ്പോലെ വിഷമം പിടിച്ചാരും കാണത്തില്ല. ഇതുവഴി നടന്ന് മേളിൽ കയറുന്ന ഇച്ചിരി ടാസ്കാ. ശ്വാസമൊക്കെ എടുക്കാൻ കുറച്ച് ടാസ്ക്. അയ്യേ, തണുപ്പായതുകൊണ്ട് വലിച്ചു കെട്ടുന്ന മൊത്തം തണുപ്പ് ശ്വാസം. എപ്പോൾ വേണേലും തന്നെ. ഈ കാരണം നടന്നു കയറി പോയിട്ടുണ്ടല്ലോ. നടന്ന് മലയുടെ മേളിൽ വന്ന ഇവിടെ ആരുമില്ല. ഇതെന്തോ ഹോം സ്റ്റേയോ എന്തോ കോട്ടേഴ്സോ. അങ്ങ് താഴെയാ ആദ്യം വന്ന സ്ഥലം. അവിടെ നിന്നാണ് നടന്ന് കയറി. ഇവിടെ അങ്ങ് താഴെയാ ആദ്യം വന്ന സ്ഥലം. അവിടെ തിരിച്ചിറങ്ങുവാണ്. ഇനി ഇവിടെ എന്നാ കട്ടയായി പോവും. തിന്നിപ്പോവും താഴെ വരെ. സ്നോഫാൾ ഇങ്ങനെ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് സ്നോഫാൾ പോവും. കൂടെ കുറച്ച് മലയാളീസ് ഉണ്ടായിരുന്നു. അവർ താഴെ വരെ വന്നായിരുന്നു. ഞാൻ മേലോട്ട് കയറിയപ്പോൾ അവരെങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പിന്നെ റേഞ്ച് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, വിളിച്ചു നോക്കാം. തൊണ്ടയ്ക്ക് ഒരു പരിവായി. ഈ മലയിലോട്ട് വലിഞ്ഞേറി എന്തായാലും പുറത്ത് പൊളിയായിരുന്നു. ആ ചെളി പിടിച്ച ഐസിൻ്റെ അവിടെ നിന്നിട്ടുണ്ടേ ഇതൊന്നും കാണാനൊന്നും പറ്റത്തില്ലായിരുന്നു. താഴെ മൊത്തം ചെളിയാ. ആൾക്കാർ മൊത്തം വരുന്നവരെല്ലാം നേരെ പോകുന്നു അങ്ങോട്ടാ. അവിടെ ഫുള്ള് ചെളിയാ. നടന്നും ഇവിടെ ഐ സി കൂടെ വണ്ടി ഉണങ്ങി ഇതേപോലെ ചെയിൻ സെറ്റ് ചെയ്യണം ടയറിൽ. അല്ല തെറ്റിപ്പോയി. ഇതുപോലെ ഫുള്ള് ബ്ലാക്ക് ഐസ് ആയിരിക്കും. ഇത് ബൈക്കിനടുത്ത് തന്നെയാ ബ്ലാക്ക് ഐസ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. സ്നോഫോൾ വീണോണ്ടേ ഇരിക്കുമോ? കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഈ കടയിൽ നിന്നൊരു ബിരിയാണി കഴിച്ച് അപ്പോൾ സമാധാനമായി. കുറേ നാളെ മര്യാദ എല്ലാം കഴിച്ചിട്ട്. മാഗി, ബ്രെഡ്, ഇടയ്ക്ക് ചോറുണ്ടാക്കും. കൂട്ടത്തിൽ വന്ന അമ്മമാർ മേളിലാട്ടോ. തിരിച്ചിറങ്ങാണ്ടുള്ള കഴിവില്ല. അമ്മമാർ കേബിൾ കാറെ കയറാൻ പോയതാണ്. അപ്പോൾ ഏറ്റവും മേളിലൊരു മലയുണ്ട്, ഫേസ് 1, ഫേസ് 2. അങ്ങോട്ട് എത്ര 800 1000 അങ്ങനെയാ. भाई केबल कार में कितना आएगा? 4 आते हैं उसमें. हाँ 4 आते हैं उसमें. फेस 1 4 बंदे बैठते हैं उसमें. केबल में बैठते हैं 4 बंदे. हाँ 800 लेते हैं फेस 1 का. हाँ फेस 1 फेस 2 दूसरा रेट है. फेस 1 ऊपर, फेस 2 डाउन. Let's do this. ഓക്കെ. ഇവന്മാരുടെ ഹിന്ദി എനിക്ക് വേറെ ഹിന്ദി ഒന്നും അറിയത്തില്ല. അറിയാവുന്ന ഹിന്ദി അങ്ങ് പറയുക, മനസ്സിലായിക്കോളും അതൊക്കെ. പക്ഷെ പറഞ്ഞാൽ മനസ്സിലായി.
ഫേസ് 1 കുറച്ച് താഴെ, ഫേസ് 2 ഏറ്റവും പൊക്കത്ത്. പക്ഷെ കാണാൻ പറ്റത്തില്ല, ഇപ്പം പെട്ടെന്ന് ഒരു ഫോഗ് പോലെ വന്ന് മൊത്തം കവറായിപ്പോയി. ഈ കാണുന്ന മലയല്ല, അതിൻ്റെ മേലൊരു വലിയൊരു മലയുണ്ട്, അവിടെ ഫേസ് 2. ഫേസ് 2ലേക്ക് കേബിൾ കാറിൽ പോകണമെങ്കിൽ 2000, ഫേസ് 1 വരെ പോകണമെങ്കിൽ 800. രാവിലെ ആയി കഴിയുമ്പോഴത്തേക്കിന് ഈ കാലിൻ്റെ ഇവിടം വരെ സ്നോ വരുമെന്ന് പറഞ്ഞത്. ഈ കടയുടെയൊക്കെ ഏകദേശം പകുതി, ഹാഫല്ല, കുറച്ച് പൊങ്ങി സ്നോ കാണുമെന്ന് പറഞ്ഞത്. ചവിട്ടുമ്പോൾ ഇങ്ങനെ താന്നു പോകും. അതുപോലെ തന്നെ രാവിലെ വന്നാലും നല്ല നല്ല സ്നോഫോൾ കിട്ടും. ഇപ്പോൾ വന്നപ്പോൾ കുറച്ച് ചെറുതായിട്ടേ സ്നോഫോൾ കിട്ടിയുള്ളൂ. രാത്രിയായി. കുറച്ച് മലയാളികളുണ്ടായിരുന്നു, അവന്മാർ കേബിൾ കാറെ പറയാൻ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നമ്മൾ പോസ്റ്റാ. അപ്പം ഞാൻ മാത്രം ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:01. ഞാനിപ്പോൾ ഒരു 3 മണിയായപ്പം ആ മലയാളം മണ്ട കയറിയിട്ട് തിരിച്ചിറങ്ങിയതാണ്. പക്ഷേ 6 മണിയായി ഇപ്പം. കറക്റ്റ് 6 മണിയായി. എന്നിട്ടും വണ്ടിയിലുള്ള അമ്മമാർ വന്നിട്ടില്ല ഇതുവരെ. ഇവിടെ എത്തി. ഇനി ഇവിടെ അടുത്ത വണ്ടി കയറണം. ബൈ ബൈ बाय थैंक यू आपका नाम? अखिल. यस ब्रो. गुलमर्ग मज़ा है. गुलमर्ग मज़ा है. 2 बार आना पड़ता है, समर में और विंटर में भी आना पड़ता है. ठीक है.